ആലുവയിൽ കർണാടക സ്വദേശിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 7 അംഗ സംഘം പിടിയിലായിട്ടുണ്ട്. ലോട്ടറി വിൽപ്പനക്കാരൻ നൽകിയ വിവരമാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. പ്രതികളെ പിടികൂടിയെങ്കിലും പോലീസിനെ പൊല്ലാപ്പാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ കേസിലുണ്ട്. സിനിമാ കഥ പോലെ ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം. അതാണ് ആലുവ മോർച്ചറി ജംഗ്ഷനിൽ നടന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കർണാടക സ്വദേശി ഗോമയ്യയെ കിഡ്നാപ്പിംഗ് സംഘം മോർച്ചറി ജംഗ്ഷനിൽ വെച്ച് കാറിൽ വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. സംഗതി പന്തിയല്ലെന്ന് തോന്നിയ ലോട്ടറി വിൽപ്പനക്കാരൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഡിവൈഎസ്പി ടി.ആർ. രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി ആലുവ ലോക്ക് ചെയ്തുള്ള അന്വേഷണം. ഒടുവിൽ വാഹനം തിരിച്ചറിഞ്ഞു. മുഹമ്മദ് ആരിഫ്, മുഹമ്മദ് അമൽ, അബ്ദുൽ അസീസ്, സിജോ ജോസ്, ഹൈദ്രോസ്, ഫാസിൽ, അൽതാഫ് അസീസ് എന്നിവരെ പോലീസ് പിടികൂടി. കർണാടകയിൽ ഗോമയ്യയ്ക്ക് ഭൂമിയുണ്ട്. ഭൂമി കുഴിച്ചപ്പോൾ ഗോമയ്യയ്ക്ക് സ്വർണം കിട്ടിയെന്നും ഇത് വാങ്ങാനെന്ന വ്യാജേനയാണ് ഇയാളെ ആലുവയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുമാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. സ്വർണം കിട്ടിയ കാര്യം ഗോമയ്യ സമ്മതിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ പൊളിഞ്ഞുവെങ്കിലും സ്വർണക്കഥയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി.